ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്നാണ്. ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓക്കെ, FVG എന്ന് പറയും നമ്മൾ അതിന്, ഓക്കെ. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് സാധനമാണ്. നമ്മളിത് നേരത്തെയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോകളിലും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. ഞാൻ മെയിൻലി ട്രേഡ് എടുക്കുന്നത് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കിയിട്ടാണ്, ഓക്കെ. അപ്പം എന്താണ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ്? ആ ഒരു പേരിലുള്ളതുപോലെ തന്നെ ഫെയർ വാല്യൂവിനെ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്, ഓക്കെ. അപ്പം ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്യുന്നത്, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു വീടാണിത്, ഓക്കെ, ഒരു വീടാണ്. അപ്പോൾ ഈ വീടിന് ചുറ്റും കാടാണ്, ഓക്കെ, ജസ്റ്റ് എക്സാമ്പിളാണ്. അപ്പം ഈ വീട്ടിലേക്ക് നമ്മൾ ഈ കാട് കടന്ന് ആദ്യം വരുമ്പോൾ നമുക്ക് എന്താണ് ഒരു വഴി, നമുക്കത് പിന്നീട് കാണാൻ പറ്റില്ല. സോ ആ ഒരു കാട് വ്യക്തമാകുന്നത് രണ്ടാമത് നമ്മൾ ആ വഴി പോകുമ്പോഴാണ്, അല്ലേ. ആ കാട് വ്യക്തമാകും. നമ്മളിപ്പോൾ ഒരു വണ്ടി കാട്ടിക്കൂടെ ഓടിച്ചാൽ ആ കാടിൽ ആദ്യം കാണാത്ത വഴി പിന്നീട് കാണും. അതുപോലെ തന്നെ ഒരു എക്സാമ്പിളാണ് ഇതിനെ നമുക്ക് ടെക്നിക്കലി എക്സാമ്പിൾ പറയാം. സോ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ 2 തവണ പോകുമ്പം ആ ഒരു കാർഡ് തെളിയും. അതുപോലെ തന്നെയാണ് വാല്യൂ. അപ്പം ഒരു തവണ പോയ വാല്യൂ ഒന്നുകൂടെ വന്ന് മെഡിഗേറ്റ് ചെയ്ത് അവിടെ വീണ്ടും ഒരു പ്രൈസ് ആക്ഷൻ നടത്തുന്നതിനാണ് ഈ FEGയിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഉദ്ദേശിക്കാൻ പോകുന്നത്. ഇപ്പം ഒരു FEG എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കൊരു ക്യാൻഡിൽ ഫോം ചെയ്യാം. അപ്പോൾ അതിനൊരു ഗ്രീൻ കളർ, ഓക്കെ. അപ്പോൾ ഇതൊരു ക്യാൻഡിൽ ഫോം ചെയ്തു. പിന്നീട് നമുക്ക് ഈ FEG നോക്കാൻ എപ്പോഴും വേണ്ടത് 3 ക്യാൻഡിലാണ്, ഓക്കെ. ഇതാണ് ഒരു FEG നോക്കാൻ പറ്റിയ സംഭവം. അപ്പം ഈ FEG എന്ന് പറയുന്നത് ഈ ക്യാൻഡിലിൻ്റെ ടോപ്പും ഈ ക്യാൻഡിലിൻ്റെ ബോട്ടവും തമ്മിലുള്ള, ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ കാര്യമാണ് പറയുന്നത്, ബോട്ടവും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ്. ഇപ്പം ഈ ഒരു ക്യാൻഡിലിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള ക്യാൻഡിലിൻ്റെ ടോപ്പും ബോട്ടവും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ബുള്ളിഷ് പോവാണ്. നമുക്ക് ആദ്യം പ്രൈസ് മുകളിലേക്ക് പോയി, ആദ്യം നമ്മൾ ഓപ്പണായി, പ്രൈസ് മുകളിലേക്ക് പോയി, ക്ലോസ് ചെയ്തു, പിന്നെ താഴെ ഓക്കെ സോറി. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പണായി, ബുള്ളിഷാണ്, ഞാൻ ബെയറിഷാണ് നോക്കിയത്. അപ്പോൾ ആദ്യം നമ്മൾ പ്രൈസ് ഓപ്പണായി, നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞ് വീണ്ടും ക്ലോസ് ചെയ്തു, ഓക്കെ. പിന്നീട് പ്രൈസ് വീണ്ടും ഓപ്പണായി, മുകളിലേക്ക് പോയി ക്ലോസ് ചെയ്തു. പിന്നീട് വീണ്ടും പ്രൈസ് ഇവിടെ ഓപ്പണായിട്ട് താഴേക്ക് വരുന്നു, ഓക്കെ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് സെൽ സൈഡ് ഓഫറിംഗ് ആണ്. സെൽ സൈഡ് ഓഫർ ചെയ്യുന്നുണ്ട്, പിന്നെ മുകളിലേക്ക് പ്രൈസ് പോകുന്നു, എന്നിട്ട് അവിടെ ക്ലോസ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ സെൽ സൈഡ് ഓഫർ ചെയ്തത് ഇവിടെ കംപ്ലീറ്റ് ആയില്ല. സോ ഈ ഒരു സെൽ സൈഡ് ഓഫറിങ് കംപ്ലീറ്റഡ് അല്ല ഇവിടെ. സോ ആ സെൽ സൈഡ് ഓഫറിങ് പിന്നീട് വരുമ്പം ഇതാണ് FEG, ഓക്കെ. അവിടെ ഓഫറിങ് ആണ് എന്ന് പറഞ്ഞാൽ വൺ സൈഡ് മൊമെൻറ്റം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബുള്ളിഷാണ് നമ്മൾ പോകുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറയ്ക്കാം. അപ്പം ഇതാണ് FEG, ഓക്കെ. ഇതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ ഒരു വൺ സൈഡ് മൊമെൻറ്റം, ഇതിപ്പോൾ ബുള്ളിഷാണ് പോകുന്നത്. സോ നമ്മൾ ഇവിടെ ബെയറിഷ് മൊമെൻറ്റം എന്ന് പറയാൻ ഈ ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ്ലി ആയിട്ടുമില്ല. സോ ഈ ഒരു സംഭവം നമുക്ക് ഫെയറായിട്ട് അവിടെ നിൽക്കുകയാണ്. വേറെ പ്രൈസ് ആക്ഷനുകൾ അവിടെ നടക്കുന്നില്ല. ഫുള്ള് ബുള്ളിഷാണ് പ്രൈസ് പോകുന്നത്. സോ ഇങ്ങനൊരു ഫോർമേഷനാണ് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാകുന്നത്, ഓക്കെ. ഇതാണ് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പം പിന്നീട് പ്രൈസ് അവിടെ വരുമ്പം നമുക്ക് പിന്നീട് നമ്മളുടെ റിയാക്ഷൻസ് നോക്കുന്നത്, നമുക്ക് ജസ്റ്റ് വരയ്ക്കാം. പിന്നീട് പ്രൈസ് അവിടേക്ക് വരികയാണ്. പിന്നീട് വീണ്ടും പ്രൈസ് വരുന്നു, പ്രൈസ് അവിടെ മെഡിഗേറ്റ് ചെയ്യുന്നു, പിന്നീട് വീണ്ടും മുകളിലേക്ക് അങ്ങ് പോകുന്നു, ഓക്കെ. ഇങ്ങനെയാണ് ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. പിന്നീട് വീണ്ടും പ്രൈസ് വന്ന് അവിടെ ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്യും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സൈഡ് മൊമെൻറ്റം മാത്രമേ നടക്കുന്നുള്ളൂ. സോ സെൽ സൈഡ് ഓഫറിങ് നടന്ന് വീണ്ടും ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും ഓഫർ ചെയ്യണം. സോ നമുക്ക് അവിടുന്ന് നമ്മൾ വീണ്ടും ബൈ നോക്കുകയാണ്. നമുക്കറിയാം ഇവിടെ ഒരു ഫെയർ വാല്യൂ ഉണ്ട്. ഇവിടെ ഫെയർ വാല്യൂ ഉള്ളപ്പോൾ പ്രൈസ് വീണ്ടും അവിടെ വരും. ബുള്ളിഷ് ആണെങ്കിൽ പ്രൈസ് വീണ്ടും അവിടെ വന്ന് ബുള്ളിഷ് റിയാക്ഷൻ തന്നെ തരണം. സോ അതാണ് നമ്മൾ അവിടെ, ഞാൻ എൻ്റെ മെയിൻ എൻട്രി ആയിട്ട് എടുക്കുന്ന സാധനം ഫെയർ വാല്യൂ ഗ്യാപ്പാണ്.
സോ എനിക്ക് കൂടുതൽ കൺഫർമേഷൻ തരുന്നത് OBയെക്കാട്ടിലും അപേക്ഷിച്ച് നോക്കുമ്പോൾ എപ്പോഴും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഫെയർ വാല്യൂ ഇപ്പം നമുക്ക് ഒരു കാരണത്തിൽ പറയാം, ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഫുള്ള് പ്രൈസ്. ഫെയർ വാല്യൂ ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ഫുള്ള് മൂവ് ചെയ്യുന്നത്. എങ്ങോട്ട് നോക്കിയാലും ഫെയർ വാല്യൂ ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അതിപ്പം ഏതൊരു പ്രൈസ് ആക്ഷൻ, ഏതൊരു ചാർട്ടിലാണെങ്കിലും, നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റ് നോക്കിയാലും വേറെ ഏത് മാർക്കറ്റ് നോക്കിയാലും, സ്റ്റോക്ക് എന്ത് നോക്കിയാലും അതിനകത്ത് ഫെയർ വാല്യൂവിന് വേണ്ടിയിട്ടാണ് പ്രൈസ് പോകുന്നത്. ഫെയർ വാല്യൂ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് പിന്നീട് തിരിച്ചു പോകും. സോ അത് മെയിൻ ഒരു നമ്മുടെ റിയാക്റ്റീവ് പോയിൻ്റാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ റിയാക്ഷൻസ് നോക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ റിയാക്ഷൻസ് എവിടെയാണ് മെയിനായിട്ട് ഉണ്ടാകുന്നതെന്ന് നോക്കി റിയലൈസ് ചെയ്യുന്ന ഒരാളാണ്. സോ ആ റിയാക്ഷൻസിലാണ് നമ്മൾ എൻട്രീസ് നോക്കുന്നത്. സോ നമ്മുടെ മെയിൻ റിയാക്റ്റീവ് പോയിൻറ്റിൽ OB പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ റിയാക്റ്റീവ് പോയിൻ്റാണ് FEGയിലാണ് സെക്കൻഡ് എന്ന് പറയില്ല, OBയെക്കാളും കൂടുതൽ റിയാക്റ്റീവ് പോയിൻ്റ് തരുന്നത് FEGയിലാണ്. സോ ഇതാണ് ബുള്ളിഷ് FEG എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ഇനിയും വിക്ക് വരച്ചില്ലെന്ന് പറയരുത്. ഇത് വിക്കിനകത്തൊന്നും ഇപ്പോൾ വേണമെങ്കിൽ ഇതൊരു ഈക്വൽ ലോ പോലെ ആക്കിയിട്ട് വേണമെങ്കിൽ ഇത് വന്ന് നൈസായിട്ട് ഇങ്ങനെ, ഇതിപ്പോൾ ഒരു ഈക്വൽ ലോ പോലെ ആയില്ലേ. അപ്പം അവിടുന്ന് വീണ്ടും ഈ ഒരു ലിക്വിഡിറ്റിയും കൂടെ ഗ്രാബ് ചെയ്ത് സെൽ സൈഡ് ലിക്വിഡിറ്റീസ് വീണ്ടും ടേക്ക് ചെയ്ത് വീണ്ടും മേളിലേക്ക് പോവാണ്. സോ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, സെൽ സൈഡ് ലിക്വിഡിറ്റി ഓഫറിംഗ് ആണ് ഇത് ഫുള്ള്. സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടേക്കിങ്, സ്വീപ്പ് കാര്യങ്ങളെല്ലാം ഒന്നാണ്. ഓക്കെ, എല്ലാം ഒന്ന് തന്നെയാണ്, അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം വീണ്ടും നമ്മൾ മേളിലേക്ക് പോകുന്നു, അതത്രേ ഉള്ളൂ. ഓക്കെ, ഇനിയും ഇത് തന്നെയാണ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയിൽ നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് സമയത്ത് നടക്കുന്നത് 3 ക്യാൻഡിലാണ്. 3 ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 ക്യാൻഡിൽ ഫോർമേഷൻ അല്ല. 3 ക്യാൻഡിൽ ഫോർമേഷൻ നമ്മൾ എപ്പോഴും നോക്കുന്നത് എന്തിനാണ്? സ്വിങ്ങുകൾ നോക്കാനാണ്. ഇത് 3 ക്യാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ പ്രൈസ് ആക്ഷൻ വേറെ ഒന്നും നടക്കുന്നില്ല. ഇങ്ങനെ ഇപ്പോൾ ഒരു പ്രൈസ് ആക്ഷൻ ആയിരുന്നു നടന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എടുക്കാൻ പറ്റുന്നില്ലല്ലോ. നൈസ്. ഇപ്പം ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷനാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ വേറെ റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷനാണ് നടക്കുന്നത്. സോ അവിടെ ഫെയർ വാല്യൂ ആയിട്ടൊന്നും നടക്കുന്നില്ല. കാരണം ഇവിടെ ബുള്ളിഷും ബെയറിഷും എല്ലാം നടക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ക്യാൻഡിൽ പോകുന്നു എന്ന് മാത്രം കരുതി നിങ്ങൾ അവിടെ ബെയറിഷാണെന്ന് കരുതരുത്. കാരണം ഇവിടെ ഇപ്പം ബെയറിഷാണ് പോകുന്നത്. സോ പ്രൈസ് ഇവിടെ ഓപ്പൺ ആകുന്നു, താഴേക്ക് വന്ന് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ക്ലോസ് ചെയ്ത് ഈ ക്ലോസിങ് പോകുന്നതേ ഇവിടുന്ന് ഓപ്പണായി ഇതിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു ബുള്ളിഷ് റിയാക്ഷനാണ് നടക്കുന്നത്. ഓക്കെ, ഇവിടെ ഫ്രാക്റ്റലി നടക്കുന്നത്, ഇവിടുന്ന് റിജക്റ്റ് ചെയ്തേക്കുന്നത് ഇവിടുന്ന് ബുള്ളിഷ് റിയാക്ഷനാണ് തരുന്നത്. എന്നിട്ട് റിയാക്ട് ചെയ്ത് വീണ്ടും താഴേക്ക് വന്ന് ഇവിടുന്ന് നേരെ ഇങ്ങനെ വന്ന് വീണ്ടും ഇവിടുന്ന് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഇവിടെ ഓപ്പൺ ആവുന്നു, പിന്നെ നേരെ മേളിലേക്ക് പോയി ഇവിടെ ഓപ്പൺ ആവുന്നു. ഓക്കെ, ഇവിടെ ഓപ്പൺ ആവുന്നു, മേളിലേക്ക് പോയി താഴേക്ക് വരുന്നു. ഇതാണ് സംഭവം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ സാധനം ഇവിടെ ഒത്തിരി പ്രൈസ് ആക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്കൊരു ഫെയർ വാല്യൂ ഫോം ആവുന്നില്ല. പക്ഷേ ഇവിടെ ഫെയർ വാല്യൂ ഫോം ആവുന്നുണ്ട്. നമ്മൾ ഈ ലിക്വിഡിറ്റി അല്ല ഇവിടെ. ഓക്കെ, അപ്പം പ്രൈസ് ഓപ്പൺ ആവുന്നു, നേരെ മേളിലേക്ക് പോകുന്നു. പക്ഷേ ഇവിടേക്ക് വരുന്നില്ല, ഇവിടെ പ്രൈസ് ആക്ഷൻ നടക്കുന്നില്ല, താഴേക്ക് വരുന്നു. അപ്പം ഇതാണ് ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോർമേഷൻ. സോ അവിടെ സെല്ലിങ് മാത്രമേ നടക്കുന്നുള്ളൂ, ബെയറിഷ് ബുള്ളിഷായിട്ടൊന്നും നടക്കുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും. ഓക്കെ, നമ്മൾ ഓപ്പൺ ആവുന്നു, മേളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, വീണ്ടും അവിടെ ക്ലോസ് ചെയ്യുന്നു, വീണ്ടും ഇവിടുന്ന് ഓപ്പൺ ആവുന്നു, മേളിലേക്ക് പോകുന്നു, ഇവിടെ ക്ലോസ് ചെയ്യുന്നു, വീണ്ടും ഇവിടെ ഓപ്പൺ ആവുന്നു, മേളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മേളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ വിക്ക് എന്ന് പറയുന്നത് ക്ലോസ് ചെയ്യാത്ത സ്ഥലമാണ്. നമ്മൾ വൺസ് ഒരു ഓപ്പണിന് മേളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് വിക്കാണ്. ഓക്കെ, അത് മേളിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ഒരു ഫെയർ വാല്യൂ ഓപ്പൺ ആവുന്നു. സോ അവിടെ ബെയറിഷ് റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല, ബുള്ളിഷ് റിയാക്ഷൻ മാത്രം നടക്കുന്നു. അതുപോലെ തന്നെ ബെയറിഷ് പ്രൈസ് ആക്ഷനിൽ ബുള്ളിഷ് റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല, ബെയറിഷ് റിയാക്ഷൻ നടക്കുന്നു. പക്ഷേ ഇവിടെ ബുള്ളിഷ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഗ്യാപ്പാണ്. ഇവിടെ ഈ ഒരു ഏരിയയിൽ പ്രൈസ് റിയാക്ട് ചെയ്യണം നല്ലപോലെ. ഒരു കളി കളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് നല്ലപോലെ റിയാക്ട് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന്
പിന്നെ നോക്കേണ്ട കാര്യമില്ല, അവിടെ പ്രൈസ് നല്ലപോലെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ അവിടെ വരേണ്ട കാര്യമില്ല. സോ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരു 3 ക്യാൻഡിൽ ഫോം ആകുമ്പം ആ നടുക്കളത്തെ ക്യാൻഡിലിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള ക്യാൻഡിലുകളിൽ ഒരു ടച്ച് ഇല്ലാണ്ട് വരുന്നു, ഒരു ഒറ്റ മൊമെൻറ്റം മാത്രം. അവിടെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നല്ല മൊമെൻറ്റത്തിൽ സെല്ലിങ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ റെപ്രസെൻറ്റേഷൻ. സംഭവം ഇതാണ്. നമുക്കിനിയും ജസ്റ്റ് നോക്കാം. ഇപ്പോൾ എന്താണ് നമ്മുടെ ICT പറയുന്ന പോലെ ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് FEG ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് FEG ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ട്. കാരണം ഇത് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഈ വലിയ തലവേദനകളുള്ള ഒന്നും ഒരു സാധനമല്ല. ഇതൊരു FEG ആണ്, 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 ഇതൊരു FEG ആണ്. ഇവിടെ വേറെ പ്രൈസ് ആക്ഷൻ ഒന്നും നടന്നിട്ടില്ല. ഓക്കെ, ഇവിടെ FEG ഉണ്ട്, ഇവിടെ FEG ഉണ്ട്. സോ മെയിനായിട്ട് പ്രൈസ് വരുന്നത് FEGയിൽ റിയാക്ട് ചെയ്യാനായിരിക്കും. ഇപ്പം ഇതൊരു ലോവർ ടൈം ഫ്രെയിമിലെ റിയാക്ഷനാണ്. ഈ ലോവർ ടൈം ഫ്രെയിമിൽ ഉണ്ടായിരുന്ന FEG ഇവിടെ റിയാക്ട് ചെയ്തു. പക്ഷേ ഇതൊരു ഹയർ ടൈം ഫ്രെയിമിലെ FEG ആവാം. സോ നമുക്ക് വേറെ ലോവർ ടൈം ഫ്രെയിമിൽ നോക്കാം. അതിവിടെ ആയിരുന്നു. ഓക്കെ, ഇതൊരു 50 മിനിറ്റ് FEG ആണ്. സോ ആ 50 മിനിറ്റ് FEG അവിടെ റിയാക്ട് ചെയ്തേക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, ഇതൊരു 50 മിനിറ്റ് FEG ആണ്. ആ FEGയിൽ കറക്റ്റ് വന്ന് റിയാക്ട് ചെയ്ത് ഇവിടെ ലിക്വിഡിറ്റീസ് ഫോം ചെയ്ത് വെച്ചു. ആ FEGയിൽ റിയാക്ട് ചെയ്ത് പ്രൈസ് പോയി. സോ പ്രൈസ് പിന്നീട് വരുവാണെങ്കിൽ FEGയിലേക്ക് വരും. എപ്പോഴും OBയിലേക്ക് വരണമെന്നില്ല. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് ഇവിടെയും FEG ഉണ്ട്. ഈ FEGയിലെ റിയാക്ഷൻസ് ആണ് കാണുന്നത്. ഇതൊരു ഹയർ ടൈം ഫ്രെയിം FEG ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ ഹയർ ടൈം ഫ്രെയിം FEG ആവാണ്ടിരിക്കാൻ ഇവിടെ ഒരു ഫോർമേഷൻ ഉണ്ട്. അതിൻ്റെ പേര് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, ഇവിടെ ഒരു FEG ഫോം ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു FEG ഫോം ചെയ്തിട്ടുണ്ട്. സോ ഹയർ ടൈം ഫ്രെയിം വേണമെങ്കിൽ പോയി കാണാം, നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇവിടെ ഒരു FEG ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു വേറൊരു സാധനമാണ്. ഈ സാധനത്തിൻ്റെ പേര് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ആ FEGയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടോ പ്രൈസ്? അതാണ് നമുക്കറിയാനുള്ളത്. ആ FEGക്ക് താഴേക്ക് പ്രൈസ് ക്ലോസ് ചെയ്തിട്ടില്ല. നോക്കിയാൽ കാണാം. ഈ പ്രൈസ് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഡാർക്കാക്കി കാണിക്കാം. വെയിറ്റ്, ഇതല്ല. ആ FEGക്ക് താഴേക്ക് പ്രൈസ് ക്ലോസ് ചെയ്തിട്ടില്ല. സോ FEGs ആണ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന സാധനം. FEGയിലാണ് മെയിനായിട്ട് പ്രൈസ് റിയാക്ട് ചെയ്യുവാണെങ്കിൽ ചെയ്യുന്നത്. അല്ലാണ്ട് വേറൊന്നിലും റിയാക്ട് ചെയ്യില്ല. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പ്രൈസ് മെയിനായിട്ട് ഡ്രൈവ് ചെയ്യുന്നതേ FEGക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, വീണ്ടും പ്രൈസ് മെയിനായിട്ട് റിയാക്ട് ചെയ്യുന്നതേ FEGക്ക് വേണ്ടിയിട്ടാണ്. പ്രൈസ് ക്ലോസ് പോലും ചെയ്തിട്ടില്ല അതിൻ്റെ മേളിൽ. സോ പിന്നീട് പ്രൈസ് ഇതിപ്പം ഞാൻ മാഗ്നറ്റ് എന്ന് പറയും ഇതിന്. ഇപ്പം ഞാനെന്നല്ല, ICTയുടെ ഇതിൽ ICT പറയുന്നത് ഇതൊരു മാഗ്നറ്റായിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബുള്ളിഷ് പ്രൈസ് ആക്ഷൻ ഡെലിവറി ചെയ്യുമ്പോൾ ആ പ്രൈസ് പിന്നീട് തിരിച്ചു വരുന്നത് ഒരു മാഗ്നറ്റ് പോലെയാണ്. മാഗ്നറ്റ് ഇരുന്ന് വിളിക്കുന്ന പോലെ ആ FEGയിലേക്ക് പ്രൈസ് വരും. പ്രൈസ് മാഗ്നറ്റായിട്ട് റിയാക്ട് ചെയ്യും, ഒരു മാഗ്നറ്റ് പോലെ. ഇപ്പം ഇവിടുത്തെ FEG നമുക്ക് കാണാം. കണ്ടോ, ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നു, വേറൊരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. ആ ക്യാൻഡിലിനിടയിലുണ്ടാവുന്ന ഗ്യാപ്പ്, അത് ഒറ്റ പ്രൈസ് ആക്ഷൻ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ, അല്ലേ? ബെയറിഷ് പ്രൈസ് ആക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഇവിടെ ഒരു ബുൾ മൂവ്മെൻറ്റും നടക്കുന്നില്ല. സോ പ്രൈസ് പിന്നീട് വരുന്നു, അവിടെ നൈസായിട്ട് ടാപ്പ് ചെയ്യുന്നു. ഓക്കെ, ഫുള്ള് പ്രൈസ് അങ്ങനെയാണ് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാം പ്രൈസ് അങ്ങനെ മൂവ് ചെയ്യുള്ളൂ. അപ്പം ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ OB പഠിച്ചു, പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ആ പ്രൈസ് മൊമെൻറ്റിനകത്ത് മൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പ്രൈസ് ഹയർ ലോ അതായിരിക്കും മൂവ് ചെയ്യുന്നത്. പക്ഷേ ആ പ്രൈസിനകത്ത് നമ്മളുടെ റിയാക്റ്റീവ് പോയിൻറ്റ്സ് ആണ് FEG, OB ഒക്കെ. അപ്പം ആ റിയാക്റ്റീവ് പോയിൻറ്റിൽ ഒന്നാണ് FEG. FEG ഈസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ FEG ട്രേഡറാണ്. ഞാൻ FEG നോക്കിയാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വേണമെങ്കിൽ കാണാം. ഇതൊരു ഹൈ ടൈം ഫ്രെയിം ഗ്യാപ്പാണ്. സോ അവിടെ പ്രൈസ് മെഡിക്കേറ്റ് ചെയ്യുന്നു, ഇവർ OBയിൽ മെഡിക്കേറ്റ് ചെയ്യുന്നു, താഴേക്ക് പോകുന്നു. OB മാത്രം, നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ OB മാത്രം വെച്ച് ട്രേഡ് എടുത്ത ആൾക്കാരുണ്ട്. കറക്റ്റ് OB കിട്ടിക്കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. അതാണ് കറക്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പഠിക്കുക, ഇൻഫർമേഷൻ കറക്റ്റ് യൂസ് ചെയ്യാൻ പഠിക്കുക. ആ ഇൻഫർമേഷനിലാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഇപ്പം
ഇപ്പോൾ ഇവിടെ ഒരു FEG ഉണ്ട്. സോ ആ FEGയിലെ മെഡിക്കേഷൻ നമുക്ക് നോക്കാം. പ്രൈസ് അതിനകത്താണ് ഫുള്ള്. ആ FEGക്കകത്ത് റിയാക്ഷൻ കണ്ടോ? ഇവിടെ ഒരു ഫെയർ വാല്യുവേഷൻ നടന്നു. ഫെയർ വാല്യുവേഷൻ എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. ഓക്കെ, അതെന്താണെന്നുള്ളത് അതൊരു ഡീറ്റെയിലിംഗ് ആണ്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പം ഈ ഒരു സ്ഥലത്ത് ഒറ്റ പ്രൈസ് ആക്ഷനേ നടക്കുന്നുള്ളൂ. സോ അവിടെ പിന്നീട് പ്രൈസ് കുറേ നേരം സ്പെൻഡ് ചെയ്യണം അവിടെ പ്രൈസ് നടക്കാൻ വേണ്ടിയിട്ട്, അവിടെ പ്രൈസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് ആ പ്രൈസ് അവിടേക്ക് വരുമ്പോഴാണ് നമ്മളുടെ അടുത്ത എൻട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കുന്നത്. ഓക്കെ, ആ എൻട്രി എടുക്കാനും ആ എൻട്രി എവിടെ നോക്കാം, എങ്ങനെ നോക്കാം എന്നുള്ളതും ഒക്കെ നമുക്കിനി ഒരുപാട് പറയാൻ കിടക്കുകയാണ്. അത് ഏതൊക്കെ ടൈമിലാണ് എപ്പോഴും എൻട്രി എടുക്കേണ്ടത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് ചുമ്മാ OB വരച്ച് നോക്കിയിരിക്കുന്ന പരിപാടിയല്ല ട്രേഡിങ്. ഓക്കെ, പഠിക്കുക. ഇവിടെ എല്ലാം FEGs ആണ്. ഈ FEGസിലേക്ക് റിയാക്ട് ചെയ്യാനാണ്. ഇതിപ്പോൾ ഒരു നോക്കുകയാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിം FEG ആയിരിക്കും. അതാണ് കറക്റ്റ് നല്ലൊരു റിയാക്ഷൻ തന്നെ. അപ്പോൾ നമ്മളുടെ ഒരു ഹയർ ടൈം ഫ്രെയിം വ്യൂ വേണമെന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടുത്തെ FEG, ഈ മെഡിക്കേഷൻ, ഇതെല്ലാം ഇങ്ങനെയാണ് നടക്കുന്നത്. ഈ FEGയിൽ ഇത് മെഡിക്കേറ്റ് ചെയ്യുന്നു, ഇവിടുത്തെ FEGകളിൽ മെഡിക്കേറ്റ് ചെയ്യുകയാണിത്. ഓക്കെ, ഇവിടെ ഒരു FEG ഫോം ചെയ്തിട്ടുണ്ട്. സോ FEG ഈസ് സിമ്പിൾ. ഓക്കെ, ബട്ട് എവിടെ നോക്കണം അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പറയാൻ വിചാരിച്ചത്. അത് നല്ല ക്ലീനായിട്ട് പറയാൻ പറ്റിയെന്നാണ് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ FEGs നോക്കേണ്ടത്. ഒരു ക്യാൻഡിലിൻ്റെ, ഒന്നുകൂടെ പറയാം, ഒരു ക്യാൻഡിലിൻ്റെ 3 ക്യാൻഡിൽ ഫോം ചെയ്യുമ്പം ആ ക്യാൻഡിലിനിടയിലുണ്ടാകുന്ന സ്പേസ് എന്ന് കരുതുക. ഓക്കെ, വിക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. ഒരു ക്യാൻഡിലിൻ്റെ ഇപ്പുറമുള്ള ക്യാൻഡിലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അത്രേ ഉള്ളൂ FEG. ആ FEGയിലേക്ക് പ്രൈസ് പിന്നീട് വരുന്നു. ഇപ്പോൾ ബെയറിഷ് ആണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ബെയറിഷ് FEGs നോക്കുന്നു, ബെയറിഷ് ക്യാൻഡിലിൽ ഫോം ചെയ്യുന്ന FEGs നോക്കുന്നു. അവിടെയൊക്കെ പ്രൈസ് തിരിച്ചു വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നു. അതുപോലെ തന്നെ ബെയറിഷ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ബെയറിഷ് ക്യാൻഡിലുകൾ നോക്കുന്നു. ആ ക്യാൻഡിലുള്ള FEGസിൽ പ്രൈസ് വരുമ്പോൾ നമ്മൾ മിഡിഗേഷൻ എൻട്രി എടുക്കുന്നു. ബുള്ളിഷ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിലുണ്ടാകുന്ന FEGs നോക്കുന്നു. ആ ക്യാൻഡിലേക്ക് പ്രൈസ് വരുമ്പോൾ നമ്മൾ പിന്നീട് പ്രൈസ് ബൈ നോക്കുന്നു. അങ്ങനെയാണ് സംഭവങ്ങൾ നോക്കേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും ഉള്ളായിരുന്നു നമുക്ക് പറയാനുള്ളത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ആ വീഡിയോ, അതിനകത്ത് കുറേ കമൻറ്റുകൾ കണ്ടു. ഈ കാലത്ത് നമുക്കിതൊന്നും മാറ്റാൻ പറ്റില്ല. ഇത് നിങ്ങൾ റിയലൈസ് ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ്. ഞാനതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു വീഡിയോ ഇട്ടതാണ്. സോ എനിക്കും ഇടണമെന്ന് തോന്നി, കണ്ട കഥകളും കാര്യങ്ങളും കേട്ടപ്പോൾ ഇടണമെന്ന് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം നോക്കി കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് പറയാൻ. അപ്പം see you guys in next video. Stay safe. Sipping on back for the next say something. Never tell her back that I never stay running. Sipping on facts, damn, know I got stacks in the lab, taking bitches straight for another cat.